25 ലക്ഷം രൂപ വാലുവേഷനുള്ള ഒരു കമ്പനി പെട്ടെന്ന് ഒരു ദിവസം 10 ലക്ഷത്തിന് വിൽക്കേണ്ടിയിരിക്കുന്നു. അപ്പം അങ്ങനെ ആ ഒരു 10 ലക്ഷത്തിന് വാങ്ങുന്നവരാണ് വാല്യൂ ഇൻവെസ്റ്റേഴ്സ്. വാറൻ ബഫറ്റിനെ പോലെ നമുക്കും വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് പഠിക്കാം. അദ്ദേഹം ഉപയോഗിക്കുന്ന ക്രൈറ്റീരിയാസ്, സ്റ്റോക്ക് ഫിൽട്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്രൈറ്റീരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ആ ഒരു ക്രൈറ്റീരിയാസ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മളൊരു സ്ക്രീനർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു സ്ക്രീനർ ഉപയോഗിച്ച് നമുക്ക് കറന്റ് മാർക്കറ്റിൽ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ വളരെ അനായാസമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, വാറൻ ബഫറ്റ് എന്നുള്ളയാൾ വാല്യൂ ഇൻവെസ്റ്റ്മെന്റിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരാളാണ്. അപ്പോൾ അവിടെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ഇൻട്രിൻസിക് വാല്യൂ എന്നുള്ളത്. അപ്പോൾ ഇൻട്രിൻസിക് വാല്യൂ എന്താണ് ഒരു കമ്പനിയുടെ എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതായത് കമ്പനിയുടെ യഥാർത്ഥ മൂല്യം. അപ്പം അതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കമ്പനിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള അസറ്റ്, അതുപോലെ തന്നെ ആ ഒരു കമ്പനി ഫ്യൂച്ചറിലേക്ക് എത്ര ക്യാഷ് ജനറേറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നതിനെ നോക്കിയാണ് ആ ഒരു കമ്പനിയുടെ ഇൻട്രിൻസിക് വാല്യൂ നിശ്ചയിക്കുന്നത്. അപ്പം ഒരിക്കലും കറന്റ് മാർക്കറ്റ് പ്രൈസിൽ പെട്ടെന്നുള്ള ഇമോഷന് മുകളിലുള്ള പ്രൈസ് മുകളിലേക്കും താഴോട്ടും പോകുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തല്ല ഇൻട്രിൻസിക് വാല്യൂ നിശ്ചയിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. അതായത് ഹൈലി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബേക്കറി പെട്ടെന്ന് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതിന്റെ ഓണറിന് അതിനെ പെട്ടെന്ന് വിൽക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പൊ അത് കറന്റ് മാർക്കറ്റ് പ്രൈസിൽ 10 ലക്ഷം രൂപയ്ക്കായിരിക്കും അത് വിൽക്കുന്നത്. അപ്പൊ അതേ സമയത്ത് ആക്ച്വലി ആ ഒരു കമ്പനിക്ക് നല്ല ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഒരുപാട് അസറ്റുകളുണ്ട്, അതുപോലെ തന്നെ ഹൈ പ്രോഫിറ്റ് മേക്കിംഗ് പൊട്ടൻഷ്യൽ ഉള്ള കമ്പനിയായിരുന്നു അത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ ആക്ച്വൽ വാല്യൂ 25 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നുള്ള ആ ഒരു എന്തെങ്കിലും ഇഷ്യൂസിൻ്റെ പുറത്ത് അത് 10 ലക്ഷത്തിന് വിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അവിടെയാണ് നമുക്ക് നല്ല ഒരു വാലുവേഷൻ ലഭിക്കുന്നത്, ആ ഒരു ബിസിനസ്സിൽ എൻട്രി എടുക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നത്. അപ്പം നമുക്ക് വാറൻ ബഫറ്റ് പോലെയുള്ള ഈ വലിയ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്നുള്ള കൺസെപ്റ്റും അതുപോലെ തന്നെ ലോങ് ഡ്യൂറേഷനിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു ബിസിനസ്സിനെ മനസ്സിലാക്കി. അപ്പോൾ അവിടെ 5 റൂൾസ് ആണ് അദ്ദേഹം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തത് സിമ്പിൾ ബിസിനസ്. അതായത് ഏതൊരു ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് വളരെ സിമ്പിൾ ആയിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആ ഒരു ബിസിനസ് എങ്ങനെയാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകണം. അപ്പം അതിന്റെ എക്സാമ്പിൾ ആയിട്ട് കൊക്കോകോള എന്ന് പറഞ്ഞ ബിസിനസ്, അത് സിമ്പിൾ ആയിട്ട് പ്രൊഡ്യൂസ്ഡ് ഫ്ലേവേഡ് സിറപ്പ് ആൻഡ് സെൽ വേൾഡ് വൈഡ്, അങ്ങനെ ഒരുപാട് ഉള്ള ബിസിനസ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ സ്ട്രോങ് മോഡ്, അതായത് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കണം. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് അത് സ്ട്രോങ് ബ്രാൻഡ് ആയിരിക്കണം. അതുപോലെ തന്നെ മോണോപ്പൊളി ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ, അതായത് കോമ്പറ്റേഴ്സിനെ കടന്നു വരാനേ സമ്മതിക്കാത്ത ബ്രാൻഡ്സ് ആണെങ്കിൽ അത്രയും നല്ലത്. ഇവിടെ ആപ്പിളിന്റെ എക്സാമ്പിൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ആപ്പിളിന്റെ എക്കോസിസ്റ്റത്തിൻ്റെ അകത്ത് ഐഫോൺസും മാക്കും ഐക്ലൗഡും അങ്ങനെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒരു തവണ ഒരു യൂസർ യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ അത് ഡൗൺഗ്രേഡ് ചെയ്ത് ആൻഡ്രോയിഡ് വേർഷനിലേക്ക് പോകാനുള്ള വളരെ ചാൻസ് കുറവാണ്. അപ്പം അതാണ് അവരുടെ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നിൽക്കുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തെ ഗോൾഡൻ റൂളാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. ബൈ അറ്റ് ഡിസ്കൗണ്ട് വാല്യൂ ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഏതൊരു സ്റ്റോക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു കമ്പനി ആണെങ്കിലും അതിന്റെ ഇൻട്രിൻസിക് വാല്യൂ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അതിനേക്കാളും കുറച്ചും കൂടെ വിലക്കുറവിൽ വരുന്ന സമയത്താണ് അതിൻ്റെ അകത്ത് എടുക്കുന്നത് ഏറ്റവും നല്ലത്. അപ്പോൾ ആ വിലക്കുറവിൽ വാങ്ങുന്ന സമയത്ത് നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടുന്നുണ്ട്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഒരു കമ്പനിയുടെ ഇൻട്രിൻസിക് വാല്യൂ 1000 രൂപയാണെങ്കിൽ അത് മാർക്കറ്റ് ക്രാഷ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ടെമ്പററി ന്യൂസസ് ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് 700 വരുന്നു. അപ്പം നമുക്ക് എത്രയാണ് 300 രൂപ നമുക്ക് ഡിസ്കൗണ്ടിലാണ് കിട്ടുന്നത് ഇൻട്രിൻസിക് വാല്യൂവിനേക്കാളും. അതായത് നല്ല വാലുവേഷനിലാണ് ആ ഒരു സ്റ്റോക്ക് കിട്ടുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് നല്ലൊരു മാർജിൻ ഓഫ് സേഫ്റ്റി ലഭിക്കുന്നുണ്ട്. ഇനി നമ്മുടെ നാലാമത്തെ ഗോൾഡൻ റൂൾ ആണ് ലോ ഡെപ്റ്റ് കമ്പനികൾ, ഹൈ പ്രോബബിലിറ്റി കമ്പനികളാണ് അദ്ദേഹം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കും ഈ ഒരു ഗോൾഡൻ റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായത് വളരെ ചെറിയ ഡെപ്റ്റ് ഉള്ള കമ്പനികൾ, കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന കമ്പനികളെയാണ് കൂടുതലായിട്ടും എടുക്കുന്നത് നല്ലത്. അപ്പോൾ ഇവിടെ സോഫ്റ്റ്വെയർ കമ്പനീസ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് അത് റൺ ചെയ്യിപ്പിക്കാൻ വേണ്ടി കുറച്ച് അസറ്റുകൾ മതി, പക്ഷേ സീറോ ബാങ്ക് ലോൺസ് ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ കൺസിസ്റ്റന്റ്ലി അത് പ്രോഫിറ്റ് ഗ്രോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ലോങ് ടൈം ഹോൾഡിംഗ് പേഷ്യൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പം ഒരു 10+ ഇയേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പേഷ്യൻസ് ഉള്ളവരാണ് ഈ ഒരു മെത്തേഡിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ ആയിട്ട് ബഫറ്റ് ഇൻവെസ്റ്റ് ചെയ്ത അമേരിക്കൻ എക്സ്പ്രസ് എന്ന് പറയുന്ന സ്റ്റോക്ക് കമ്പനി 1960 തൊട്ട് ഇപ്പോഴും അത് ഹോൾഡ് ചെയ്യുന്നു. അതിൽ നിന്ന് പാസീവായിട്ട് ഡിവിഡൻഡ് ഇൻകം അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് മുമ്പോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്ട്രാറ്റജി എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം എന്ന് മനസ്സിലാക്കുക. ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള, ഇപ്പം മുകളിൽ പറഞ്ഞ പാരാമീറ്റേഴ്സ് എല്ലാം, ക്രൈറ്റീരിയസ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്ന സ്റ്റോക്കുകളെ കണ്ടെത്തുക. അതിനുശേഷം
എപ്പോഴാണോ ഇൻട്രൻസിക് വാല്യൂ ആ ഒരു സ്റ്റോക്കിന്റെ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് 100 എന്ന പ്രൈസിൽ നിന്ന് ഈ പോകുന്നതാണ് ഇൻട്രൻസിക് വാല്യൂവിന്റെ ലൈൻ, ഈ സ്ട്രെയിറ്റ് ബ്ലൂ ലൈൻ. അതുപോലെ തന്നെ ഇവിടെ ഒരു പിങ്ക് ലൈൻ പോയിട്ടുണ്ട്. ഇത് മാർക്കറ്റിൽ ആ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ അസറ്റ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് ആണ് കാണിക്കുന്നത്. ഇപ്പൊ ഇൻട്രൻസിക് വാല്യൂവിനേക്കാളും ഈ താഴെ വരുന്ന സമയത്ത് ഈ ഒരു സമയത്ത് നമുക്ക് നല്ലൊരു മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടുന്നുണ്ട്, ഒരു വാല്യൂ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു അവസരം ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എത്രയായിരുന്നു പ്രൈസ്? ഇവിടെ നിന്ന് ഈ 100-ൽ നിന്ന് ഇത് 130-ലേക്ക് പോയി, അതിനുശേഷം വീണ്ടും 105-ലേക്ക് വന്നു. അപ്പം ഇൻട്രൻസിക് വാല്യൂവിനേക്കാളും ആ ഒരു ഈക്വൽ ആയി. അതിനുശേഷം അത് താഴോട്ട് വന്ന ആ ഒരു 90, 85 എന്നുള്ള ലെവലിലേക്ക് അല്ലെങ്കിൽ 80 എന്നുള്ള ലെവലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടുന്നുണ്ട്, വാല്യൂ ഇൻവെസ്റ്റ്മെന്റിന് അവസരം ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഏണിങ്സ് പെർ ഷെയർ, അതായത് കമ്പനിയുടെ പ്രോഫിറ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ വർഷവും കൃത്യമായിട്ട് ഗ്രോ ചെയ്തു പോവുകയാണെങ്കിൽ അതാണ് ഏറ്റവും അനുയോജ്യം. അങ്ങനെയുള്ള കമ്പനീസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. വാറൻ ബഫറ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന 5 ഗോൾഡൻ റൂൾസ് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് അത് എങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാം, എങ്ങനെ സ്റ്റോക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ വരുന്ന ഒരു സ്റ്റോക്കാണ്, ഒരു പ്ലാറ്റ്ഫോമാണ് ടിക്കർ ടേപ്പ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമും ടിക്കർ ടേപ്പിന്റെ സ്ക്രീനറും. അപ്പം അവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന ക്രൈറ്റീരിയാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പ്രോഫിറ്റബിലിറ്റിക്കകത്ത് 2 പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് റിട്ടേൺ ഓൺ ഇക്വിറ്റി, 2 റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇപ്പൊ റിട്ടേൺ ഓൺ ഇക്വിറ്റി 15% കൂടുതലായിരിക്കണം അപ്പൊ എല്ലാ വർഷവും. അതുപോലെ തന്നെ അതെന്താണ്, ഷെയർ ഹോൾഡേഴ്സിന്റെ മണി കൃത്യമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. എത്രമാത്രം കൂടി കഴിഞ്ഞാലും അത്രമാത്രം നല്ലതാണ്. ഇനി അടുത്തത് വരുന്നതാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ടോട്ടൽ ക്യാപിറ്റലിന്റെ മുകളിൽ എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു പാരാമീറ്റർ കാണിച്ചു തരുന്നത്. അത് എത്രമാത്രം കൂടിയാലും നല്ലതാണ്. നമുക്ക് മിനിമം 15% മുകളിലുള്ള കമ്പനീസ് ആണ് സെലക്ട് ചെയ്തെടുക്കേണ്ടത്. അടുത്തത് വരുന്നതാണ് ഡെപ്റ്റ് സേഫ്റ്റി. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.5%-നേക്കാളും താഴെയാണ് വരുന്നതെങ്കിൽ അത്രയും നല്ലത്. അതായത് ഏറ്റവും ലോ ഡെപ്റ്റ് ഉള്ള കമ്പനികളാണെങ്കിൽ അത്രയും സേഫ് ആണ്. ലോണുകൾ ഒന്നും ഇല്ലാത്ത കമ്പനികളാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി വാല്യുവേഷന്റെ മുകളിൽ 2 കമ്പനികളാണ് വരുന്നത്, പ്രൈസ് ടു ഏണിങ്ങും അതുപോലെ തന്നെ പ്രൈസ് ടു ബുക്ക് വാല്യൂം. പ്രൈസ് ടു ഏണിങ് 20-ൽ താഴെയാണെങ്കിൽ അത്രയും നല്ലത്. അതായത് മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടുന്നുണ്ട്, ഇൻട്രൻസിക് വാല്യൂവിനേക്കാളും താഴെ അല്ലെങ്കിൽ ഏറ്റവും വിലക്കുറവിൽ വാങ്ങാനാണ് നമ്മൾ അത് നോക്കുന്നത്. അപ്പോൾ പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ 20-ൽ താഴെയാണെങ്കിൽ നല്ലതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ പ്രൈസ് ടു ബുക്ക് വാല്യൂ, അതായത് സ്റ്റോക്ക് സൈസും അസറ്റും തമ്മിൽ കമ്പാരിസൺ നടത്തുന്ന സമയത്ത് സ്റ്റോക്കിന്റെ പ്രൈസ് കുറവാണ് എന്ന് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ PB റേഷ്യോ യൂസ് ചെയ്യാം. അപ്പോൾ PB റേഷ്യോ 3-ൽ താഴെയാണെങ്കിൽ ഏറ്റവും അനുയോജ്യം. ഇനി ക്യാഷ് ഫ്ലോയിലേക്ക് വരുന്ന സമയത്ത് ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞ ആ ഒരു പാരാമീറ്റർ ആഡ് ചെയ്യാം. എത്ര ഈ എക്സ്പെൻസസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എത്ര ക്യാഷ് കമ്പനിയുടെ കയ്യിൽ ബാക്കിയുണ്ട്, ഡിവിഡൻഡ് എല്ലാം പേ ചെയ്തതിന് ശേഷം എത്ര ക്യാഷ് ബാക്കി വരുന്നുണ്ട് എന്നതിനെയാണ് ഈ ഒരു പാരാമീറ്റർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ 0-ക്ക് കൂടുതലാണെങ്കിൽ അത്രയും നല്ലത്. മൈനസിലേക്ക് പോയി കഴിഞ്ഞാൽ ക്യാഷ് ഒന്നും ബാക്കിയില്ല എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. എത്ര കൂടുതലുണ്ടോ അത്രയും നല്ലതാണ്. ഇനി അടുത്തത് വരുന്നതാണ് ഗ്രോത്ത്. 5-ഇയർ ഏണിങ്സ് പെർ ഗ്രോത്ത്, അതായത് കമ്പനി കൺസിസ്റ്റന്റ് ആയിട്ട് 10%-ൽ കൂടുതൽ ഏണിങ്സ് പെർ ഷെയർ പ്രോഫിറ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് കൂടുന്നുണ്ടോ എന്ന് ഈ ഒരു പാരാമീറ്റർ നമ്മളെ ഹെൽപ്പ് ചെയ്യും നോക്കുന്നതനുസരിച്ച്. അപ്പൊ ഇതാണ് ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സ് ടിക്കർ ടേബിലേക്ക് പോയി എങ്ങനെ ആഡ് ചെയ്ത് അത് സ്റ്റോക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഞാനിവിടെ ടിക്കർ ടേപ്പിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്കിവിടെ സ്ക്രീനർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ക്രീനർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ക്രിയേറ്റ് സ്ക്രീനർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയ സ്ക്രീനേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ക്രീനേഴ്സ് 1 by 1 ആയിട്ട് എങ്ങനെ ഓരോ പാരാമീറ്റേഴ്സും ആഡ് ചെയ്യുന്നത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നില്ല, മറിച്ച് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ക്രീനർ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ അനായാസമായിട്ട് മൊബൈൽ ഉപയോഗിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സ്ക്രീനർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു തവണ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും മാർക്കറ്റിനനുസരിച്ച്. നമ്മൾ സ്ക്രീനർ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആഡ് ഫിൽട്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് നമുക്ക് 1 by 1 ആയിട്ട് ഓരോ പാരാമീറ്റേഴ്സും ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ നമ്മൾ നോർമൽ ആയിട്ടുള്ള കോമൺ പാരാമീറ്റേഴ്സ് ആണ് ഇവിടം വരെ വന്നിരിക്കുന്നത്, ക്ലോസ് പ്രൈസ് വരെ. താഴോട്ട് വരുന്ന സമയത്താണ് നമ്മൾ ഓരോ ഗോൾഡൻ റൂൾസും ഓരോ ഫണ്ടമെന്റൽ റേഷ്യോസും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. റിട്ടേൺ ഓൺ ഇക്വിറ്റി നമ്മൾ എത്രയാണ് കൊടുത്തിരിക്കുന്നത്, 15 തൊട്ട് എത്ര മാത്രം കൂടുതലാണെങ്കിലും ഒരു കുഴപ്പമില്ല, അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 15 തൊട്ട് എത്ര മാത്രം കൂടി കഴിഞ്ഞാലും കുഴപ്പമില്ല. ഡെപ്റ്റ് ടു ഇക്വിറ്റി നമ്മൾ കൊടുത്തിരിക്കുന്നത് എത്രയാണ്, 0 മുതൽ 0.5 വരെ. നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന്. പി റേഷ്യോ നമ്മൾ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, 20-ൽ താഴെ. 0 തൊട്ട് 20 വരെയാണ് ഏറ്റവും നല്ലത്. അതിലും താഴെ, അതായത് എത്രമാത്രം 20 എന്നുള്ളത് 15-ലും 14-ലും ഒക്കെ വരുവാണെങ്കിൽ അത്രയും നല്ലത്. അതിൽ കൂടുതൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇനി PB റേഷ്യോ നമുക്ക്
എത്രയാണ് പറഞ്ഞത്? 3-ൽ താഴെ, 0 മുതൽ 3 വരെ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രീ ക്യാഷ് ഫ്ലോ പോസിറ്റീവ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 0 തൊട്ട് എത്രമാത്രം പോസിറ്റീവ് ആയി കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇനി നമുക്ക് 5-ഇയർ ഹിസ്റ്റോറിക്കൽ ഏർണിംഗ് പെർ ഷെയർ ഗ്രോത്ത് നമ്മൾ 10% മുകളിൽ വേണം എന്നാണ് പറഞ്ഞത്. 10 തൊട്ട് എത്രമാത്രം കൂടുതലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേനും 5000-6000 സ്റ്റോക്കിൽ നിന്ന് നമുക്ക് 48 സ്റ്റോക്കുകളാണ് ഫിൽട്ടർ ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ അവിടെ ചേഞ്ച്മെന്റ് വരുത്തി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ക്യാഷ് ഫ്ലോയും ബാക്കിയുള്ള എന്തെങ്കിലും പാരാമീറ്റേഴ്സ് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്കിവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതനുസരിച്ച് സ്റ്റോക്കിൽ ഇതിൻ്റെ അകത്ത് ഫിൽട്ടർ ചെയ്ത സ്റ്റോക്കുകളിൽ മാറ്റം വരും. അപ്പോൾ ഞാനിവിടെ 0 തന്നെ കൊടുക്കുകയാണ്. 0 കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇത്രയും സ്റ്റോക്കുകളാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് കമ്പനികളും ഒരുപാട് സെക്ടറിലുള്ള കമ്പനീസും ഉണ്ട്. അതിപ്പോൾ നമുക്ക് അനുയോജ്യമായ കമ്പനികൾ വളരെ സെലക്ട് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു കമ്പനി എടുക്കുവാണ്. ഗ്രേറ്റ് എസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ചാർട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. 5-ഇയർ ചാർട്ട്. 5-ഇയർ ചാർട്ട് നോക്കുന്ന സമയത്ത് നല്ലൊരു റിട്ടേൺ, 5 ഇയറിൽ നല്ല റിട്ടേൺ ഉണ്ട്. മാക്സിമം വ്യൂ നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. മാക്സിമം വ്യൂവിൽ ഇവിടെ കൺസോളിഡേറ്റ് ചെയ്ത് നിന്ന കമ്പനി അതിനുശേഷം ഇവിടെ നിന്ന് റാലി തന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കമ്പനിയുടെ പ്രൈസ് ഫോർകാസ്റ്റ് ചെയ്തേക്കുന്ന കാണാം. നല്ലൊരു അപ്സൈഡ് കാണിക്കുന്നുണ്ട്. ഏർണിംഗ്സ് പെർ ഷെയർ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. റവന്യൂ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു കമ്പനി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. നമുക്കിവിടെ ഏർണിംഗ്സ് പെർ ഷെയർ നമുക്ക് നോക്കാം. നമുക്കിവിടെ ഏർണിംഗ്സ് പെർ ഷെയർ കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോ ചെയ്ത് അടുത്ത വർഷത്തിലേക്കും ഗ്രോ ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടും. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പോയി നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ക്രീനേഴ്സിലാണെങ്കിലും ഈ ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റോക്കുകൾ ഫിൽട്ടർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ കൂടുതൽ നിങ്ങൾക്ക് ഏതെങ്കിലും പാരാമീറ്റേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് ആഡ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് വാറൻ ബഫറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡിൽ അദ്ദേഹം ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത ഒരു സ്ക്രീനറാണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല സ്റ്റോക്കുകൾ ബിസിനസ് മനസ്സിലാക്കി നല്ല വാല്യൂവിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ലോങ് ടൈമിൽ നല്ല റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും സ്ക്രീനറിൽ ഞാൻ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റും ബാക്കി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും, ഡിസ്കസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.